പാലക്കാട് മെഡിക്കൽ കോളേജിലൊരു വാർത്തയിലേക്ക് വരാം. അവിടെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചു. 5 വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് അട്ടിമറിക്കപ്പെട്ടത്. 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് വീണ്ടും ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരാനിരിക്കെ ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്താണ് അപ്പോൾ ഈ വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്? PSCക്ക് വിടണം എന്ന് ഗവേണിംഗ് കൗൺസിൽ തീരുമാനിച്ചിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ. എന്നാൽ അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതിനെ നമുക്ക് നിയമന അട്ടിമറി എന്ന് തന്നെ പറയാം. അതായത് ആര് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് PSC ആണെന്ന് ഗവേണിംഗ് കൗൺസിൽ തീരുമാനിക്കുമ്പോൾ, അങ്ങനെ ഒരു ബോഡി അത് തീരുമാനിക്കുമ്പോൾ മറിച്ചാണ്. അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നോർക്കണം. പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമന അട്ടിമറി, അതായത് PSCക്ക് നിയമനങ്ങൾ വിടണമെന്ന ഗവേണിംഗ് കൗൺസിലിൻ്റെ തീരുമാനത്തിന് അവിടെ പുല്ലുവിലയാണ്. അത് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അതായത് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഗവേണിംഗ് കൗൺസിൽ വീണ്ടും ചേരാനിരിക്കുകയാണ്. ഇതിന് മുൻപത്തെ ഗവേണിംഗ് കൗൺസിൽ PSC നിയമനം നടപ്പിലാക്കണമെന്ന തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ്. അത് അട്ടിമറിക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഇന്ന് ഗവേണിംഗ് കൗൺസിൽ ചേരുകയാണ്. ഗവേണിംഗ് കൗൺസിൽ എന്ത് നിലപാടെടുക്കും? അവർ ചേർന്ന് തീരുമാനിച്ചത് അട്ടിമറിക്കപ്പെടുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കണോ? അരുൺ ആലത്തൂരൊപ്പം ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്? കൃഷ്ണരാജ്, പ്രധാനമായിട്ടും ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നുള്ളത് 12 വർഷമായി ഈ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മറ്റ് പ്രവർത്തികളിലേക്കൊക്കെ കടന്നിട്ട് ഇതുവരെ 1000 കോടിയിലേറെ രൂപയാണ് പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടില്ല. അതിന്റെ ഫയർ എൻഒസി മറ്റൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇത്രയും ഈ കോടികൾ ചിലവാക്കിയിട്ടുള്ള ഈ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ഇന്ന് മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിലിന്റെ യോഗം ചേരാനിരിക്കുകയാണ്. ഈ നിർണായകമായ യോഗം ചേരാനിരിക്കുകയാണ്. നമുക്ക് ഈ 2020 ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ ഗവേണിംഗ് ബോഡി യോഗത്തിന്റെ 7ാമത്തെ അജണ്ടയായി തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ വിവരാവകാശ രേഖ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 7ാമത്തെ അജണ്ടയായിട്ടുള്ള തീരുമാനം എന്നുള്ളത് ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ അത് PSC വഴി നടപ്പാക്കണം എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷെ 5 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ഇത് നടപ്പായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ യോഗ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്നുള്ളതാണ്. നിലവിൽ 167 അധ്യാപക ജീവനക്കാരും 291 അനധ്യാപക ജീവനക്കാരും ഉൾപ്പെടെ 458 ജീവനക്കാരാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ആരുടെയും നിയമനം PSC വഴിയല്ല. PSC വഴിയല്ല നിയമനം എന്ന് പറയുമ്പോൾ എല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്നുള്ളതാണ്. മാത്രമല്ല പൂർണ്ണമായും ഈ പട്ടികജാതി ഫണ്ടിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ നിയമനങ്ങൾ PSC വഴി അല്ലാതെ നടക്കുന്നു എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് ആരോപണമായിട്ട് ഉയർന്നതാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ ഗവേണിംഗ് ബോഡി യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ PSC വഴി ആക്കണമെന്നൊരു തീരുമാനമെടുത്തിട്ട് 5 വർഷമായിട്ടും എന്തുകൊണ്ടാണ് ഈ തീരുമാനം നടപ്പാക്കാതിരുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. മാത്രമല്ല അതിൽ വലിയ ദുരൂഹതയും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോഴും നിയമനങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ രാഷ്ട്രീയ നിയമനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 458ഓളം ജീവനക്കാർ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഈ സർക്കാർ എല്ലാവരും സുതാര്യത പറയുന്നു, എല്ലാം സർക്കാർ ഇടപെട്ടുകൊണ്ടുള്ള നിയമനങ്ങളും മറ്റുമൊക്കെയാണ് നടത്തുക എന്നൊക്കെ വലിയ വായിൽ പൊതു സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് നടക്കുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഇത്രയും 1000 കോടിയിലേറെ രൂപ നികുതി പണത്തിൽ നിന്ന് ചിലവഴിച്ച് തീറ്റിപ്പോറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ്, അവിടെ അത്യാധുനിക സംവിധാനങ്ങളോ മറ്റോ ഒന്നുമില്ല എന്നുള്ളത് ഒരു വശം. ഇനിയും അവിടെ ഈ ശസ്ത്രക്രിയയോ മറ്റൊന്നും ആരംഭിച്ചിട്ടില്ല, കാർഡിയോളജി വിഭാഗമില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ളത് ഒരു വശം. മറുവശത്ത് അവിടുത്തെ നിയമനങ്ങൾ പോലും PSC വഴി അല്ലാതെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ഒരു യോഗം ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുമ്പോൾ ആ യോഗത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്ല, ഈ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഗവേണിംഗ് കൗൺസിൽ ചേരുന്നു. ഇതിനു മുൻപ് ഈ 5 വർഷത്തിൽ ഒരു തവണ പോലും ചേർന്നില്ലെന്നാണോ? ഇപ്പോഴെന്തുകൊണ്ട് ഗവേണിംഗ് കൗൺസിൽ വീണ്ടും ചേരുന്നു?
ഈ ഗവേണിംഗ് കൗൺസിൽ ചേരാനുണ്ടായ സാഹചര്യം എന്നുള്ളത് നിരന്തരം മെഡിക്കൽ കോളേജിനെതിരെയുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും കോടികൾ, അതായത് 1000 കോടിയിലേറെ ചിലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ കോളേജ്, അതിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല ഇനിയും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇപ്പോഴും അവിടെ മറ്റ് അത്യാധുനിക സംവിധാനങ്ങളോ ശസ്ത്രക്രിയയോ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ സൗകര്യമില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിൽ ജനങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന അതിന്റെ പകുതി പോലും ആളുകൾ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്നില്ല. കാരണം അവിടെ അത്തരത്തിൽ സൗകര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ചികിത്സയ്ക്ക് പോലും എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഗവേണിംഗ് ബോഡി യോഗം ചേരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും 5 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ പ്രധാനമായിട്ടും നമ്മൾ മുൻ വർഷങ്ങളിൽ ചേർന്ന യോഗം, ആ യോഗത്തിൽ എന്തെങ്കിലും നടപടി ആയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിന്റെ വിവരാവകാശ രേഖകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് 2020 ഫെബ്രുവരിയിൽ ചേർന്ന ഈ ഗവേണിംഗ് ബോഡി യോഗത്തിൽ അന്ന് 7ാമത്തെ അജണ്ടയായിട്ട് അവർ തീരുമാനിച്ചിരുന്ന കാര്യം എന്നുള്ളത് നിയമനങ്ങൾ PSC വഴി എന്നുള്ളതാണ്. പക്ഷെ ആ നിയമനങ്ങൾ PSC വഴി ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിയമന അട്ടിമറി ഗവേണിംഗ് കൗൺസിൽ PSCക്ക് വിടണമെന്ന് പറഞ്ഞിട്ടും അല്ലാതെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് വ്യക്തമായ വിവരാവകാശ രേഖകളടക്കമാണ് അരുൺ ആലത്തൂർ ഈ എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയത്.